വിഭൂഷിതകരാൽ നവനീരദാഭാൽ പീതാംബരാൽ അരുണബിംബഫലാതരോഷ്ടാൽ പൂർണേന്ദു സുന്ദരമുഖാൽ അരവിന്ദ നേത്രാൽ കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം പൂർവാർദ്ധം ഷഷ്ടോധ്യായ. ഭഗവാൻ പൂതനയ്ക്ക് മോക്ഷം കൊടുക്കുന്നതാണ് ഈ അധ്യായത്തിലെ പ്രതിപാദ്യം. ശ്രീശുക ഉവാച നന്ദപതിവച ശൗരേർനമൃഷേതി വിചിന്തയൻ ഹരിം ജഗാമശരണം ഉത്പാദാഗമസംഗീത. ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുകയാണ്, നന്ദ ശൗരേവച നമൃഷ ഇതി വിചിന്തയൻ. നന്ദഗോപുരം അവിടുന്ന് ഇങ്ങനെ മടങ്ങി വരണ സമയത്ത് വസുദേവൻ പറഞ്ഞൊന്നും ഒരിക്കലും അസത്യമാകില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഉൽപാദാഗമ സംഗീതമൊക്കെ അങ്ങനെ ഉൽപാദങ്ങൾ എന്തെങ്കിലും ദുർനിമിത്തങ്ങൾ കണ്ടല്ലോ, എന്തെങ്കിലും ആപത്ത് വന്നേക്കുമോ എന്നുള്ള പേടിയോട് കൂടിയിട്ട് പതി ഹരിം ശരണം ജഗാമ. ആ വഴിക്ക് ഇങ്ങനെ ആലോചിച്ചപ്പോൾ തന്നെ എന്തുണ്ടായി, ആപത്തുകൾ വരാതിരിക്കാൻ എന്താ ചെയ്യുക? ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുക. അതുകൊണ്ട് ആ വിഷ്ണുവെ തന്നെ ശരണം പ്രാപിച്ചുകൊണ്ടാണ് തിരിച്ചു വന്നത്. ആ സമയത്ത് കംസേന പ്രഹിതാഘോര പൂതനാ ബാലഘാതിനി ശിശുംശ്ചാര നിഘ്നന്തി പുരഗ്രാമം വ്രജാദിഷു. കംസനാൽ പ്രേരിപ്പിക്കവളായ, അതായത് കംസേന പ്രഹിത ഘോര ബാലഘാതിനി പൂതന, ക്രൂരയും കൊച്ചു കുഞ്ഞുങ്ങളെ എങ്ങനെ കൊല്ലുന്നതിൽ ഒരു ഇഷ്ടം അതിൽ അപ്പം തന്നെ രസമായിട്ട് കരുതിയിട്ടുള്ള പൂതന എന്ന രാക്ഷസി. പൂത എന്നാണ് സിദ്ധിയാനന്ദ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ അതിലെ വ്യാഖ്യാനത്തിൽ പറയുന്നത്. അതായത് ഒട്ടും ശുദ്ധീകരിക്കപ്പെടാത്തവളാണ് പൂതന. അതാണ് പൂതന. പൂതന എന്ത് ചെയ്തു? പുരഗ്രാമം വ്രജാദിഷു, ആ നഗരങ്ങളെ ഗ്രാമങ്ങളെ ഗോകുലങ്ങൾ അവിടേക്ക് അങ്ങനെ ചുറ്റി നടന്നുകൊണ്ട് ശിശൂൻ നിഘ്നന്തി ചചാര, ചെറിയ കുട്ടികൾ ജനിച്ച ഉടനുള്ള കുട്ടികളെ കൊന്നുകൊണ്ട് അങ്ങനെ സഞ്ചരിച്ചു. നയത്ര ശ്രവണാദീനി രക്ഷോഗ്നാനി സ്വകർമ്മസു കുർവന്തി സത്വതാം ഭർത്തുർ യാതുധന്യശ്ച തത്രഹി. അവിടെ ശ്രീ ശിവബ്രഹ്മേശ്വരി പ്രത്യേക കാര്യം പറയുകയാണ്. എന്താണ്? സ്വകർമ്മസു, ആ തങ്ങളുടെ കർമ്മങ്ങളിൽ നിരതരായിട്ടുള്ള ജനങ്ങൾ സാത്വതാം ഭർത്തു, അതായത് ഭക്തന്മാരുടെ നാഥനായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ രക്ഷോഗ്നാനി ശ്രവണാദീനി, അതായത് ഇങ്ങനെയുള്ള രാക്ഷബാധകളെയൊക്കെ അകറ്റുന്നതായിട്ടുള്ള നാമശ്രവണ ആദികളെ എത്ര ന കുർവന്തി, എവിടെയാണോ നടത്താതിരിക്കുന്നത്, തത്ര ഹി യാതുധന്യ ച മറ്റും പ്രവേശിക്കുന്നു. അതായത് അവിടെ മാത്രം ഭഗവാന്റെ നാമജപമൊന്നും ഇല്ലാത്ത വീടുകളിലെങ്കിലൊക്കെ മാത്രമേ ഈ ഇത്തരം രാക്ഷസികൾക്കൊക്കെ പ്രവേശിക്കാൻ പറ്റൂ എന്ന് ശ്രീ ശിവബ്രഹ്മർഷി പറയുന്ന. നാമജപവും ഭഗവാനെ ഭരിക്കുന്ന ആൾക്കാരുടെ അടുത്തൊന്നും ഈ പൂതനയ്ക്ക് ഒരിക്കലും കയറി ചെല്ലാൻ, ഇത്തരം പൂതനമാതിരിയുള്ള ഈ രാക്ഷസികൾക്കൊന്നും ഒരിക്കലും കയറി ചെല്ലാൻ പറ്റില്ല. സാ ഖേശല്യേകതോപേത്യ പൂതനാനന്ദഗോകുലം യോഷിത്വാമായയാത്മാനം പ്രാവിശൽ കാമചാരിണി. ആ പൂതന കാമചാരിണി ഖേജരി, ആകാശത്തിലൂടെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് ഇഷ്ടം പോലെ രൂപം മാറാൻ കഴിയുക ഒരു പൂതനയ്ക്ക്. അതാണ് കാമചാരിണി. ഏകദ മായ, ഇങ്ങനെ ഒരു നാളെ തൻ്റെ മായ കൊണ്ട് ആത്മാനം യോഷിത്വ, തന്നെ മായ കൊണ്ട് തന്നെ ഒരു അതിസുന്ദരിയാക്കി തീർത്തിട്ട് നന്ദഗോകുലം ഉപേത്യ പ്രാവിശൽ, ആ ഗോകുലത്തിലേക്കാണ് കയറി ചെന്നിട്ട് അവിടെ ഉള്ളിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. താം കേശബന്ധ വ്യതിശിക്രമല്ലികം ബൃഹന്നിദംബസ്തനകൃച്ഛമധ്യമം സുവാസസം കമ്പിതകർണഭൂഷണത്വിഷോല്ലസൽ കുന്തളമണ്ഡിതാനനാം വൽകുസ്മിതാവാംഗ വിസർഗവീക്ഷിതൈ മനോഹരന്തിം വനിതാം വ്രജൗകസാം.
അമംസദാംഭോജകരേണ രൂപിണിം ഗോപ്യശ്രിയം ദ്രഷ്ടുമിവാഗതാം പതിം. ആ അതിസുന്ദരിയായിട്ടുള്ള പോതനെ കണ്ടിട്ട് എങ്ങനെയാണ് സൗന്ദര്യത്തിന് രണ്ട് ശ്ലോകങ്ങളും കൊണ്ട് എന്നെ വർണ്ണിക്കുകയാണ്. നല്ല സുവാസനം, നല്ല പുതുവസ്ത്രങ്ങൾ അണിഞ്ഞുണ്ട്. പിന്നെയോ കേശബന്ധ വ്യതിഷിക്ത മല്ലികം, ആ തലമുടിക്കെട്ടിൽ അണിഞ്ഞുള്ള നല്ല മുല്ലപ്പൂക്കൾ. ബൃഹന്നിതംബസ്തന കൃച്ഛ്രമധ്യമാം, നല്ല തടിച്ചുള്ള കടിപ്രദേശം, ആ സ്ഥലങ്ങളെ കൂടിയിട്ടുള്ള എങ്ങനെയാണ് അരക്കെട്ടാണ്, അരക്കെട്ട് സ്ഥലങ്ങളുണ്ട്. അതുമാതിരി അരക്കെട്ടാണ് ചില കൃച്ഛ്ര വളരെ ഇടുങ്ങിയിട്ടുള്ള അരക്കെട്ട്, അതിങ്ങനെയുള്ള അതിസുന്ദരിയായിട്ടുള്ള സുന്ദരിയുടെ എല്ലാ ലക്ഷണങ്ങളും തന്നെയല്ല പൂതന. എങ്ങനെയാണ് കമ്പിത കർണഭൂഷണത്വിഷ, കാതിലുള്ള കുണ്ടലങ്ങൾ അങ്ങനെ ഇളകിക്കൊണ്ടിരിക്കേണ്ടത്. അതുമാതിരി നടക്കുന്ന സമയത്ത് ആ മാലകളും അതൊക്കെ അങ്ങനെ ശോഭ ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഉല്ലസൽ കുന്തളമണ്ഡിതാനനം, ആ അളകങ്ങളുടെ ഭംഗിയേറിയ ഇങ്ങനെ അളകങ്ങളങ്ങനെ ഇളകിക്കൊണ്ടുള്ള മനോഹരമായിട്ടുള്ള മുഖത്തോട് കൂടിയിട്ടും ഒപ്പം തന്നെ വൽഗുസ്മിത അപാംഗ വിസർഗ വീക്ഷിതൈ, നല്ല മന്ദസ്മിതം, ഒപ്പം തന്നെ കടക്കണ്ണുകൾ കൊണ്ടുള്ള അങ്ങനെ എറിഞ്ഞുകൊണ്ടുള്ള നോട്ടം, ഇങ്ങനെയെല്ലാം വ്രജൗകസാം മനഹരന്തി, ആ നോട്ടങ്ങളെ കൊണ്ടും ഈ രൂപം കൊണ്ടും ഭാവം കൊണ്ടും എല്ലാം ആ വ്രജത്തിലെ എല്ലാവരുടെയും ഹൃദയം കവർന്നുകൊണ്ടിരിക്കുന്ന താം വനിതാം, ആ യുവതിയെ കണ്ടിട്ട് എങ്ങനെയാണ് അംഭോജകരേണ പതിം ദ്രഷ്ടു, കയ്യിലൊരു താമരപ്പൂവും കയ്യിൽ പിടിച്ച് തൻ്റെ നാഥനായിട്ടുള്ള ഭഗവാനെ കാണാൻ ആഗതാം രൂപിണിയും ശ്രിയം ഇവ, ആ തൻ്റെ നാഥനായിട്ടുള്ള ഭഗവാനെ മഹാവിഷ്ണുവിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു രൂപം ധരിച്ച് വന്നുള്ള സാക്ഷാൽ മഹാലക്ഷ്മിയെ പോലെ ഗോപ്യ അമംസത ഗോപികമാർ കരുതി. അത്ര സുന്ദരിയായിരുന്നു മഹാലക്ഷ്മി തന്നെ മഹാവിഷ്ണുവായിട്ട് തങ്ങളുടെ തൻ്റെ നാഥനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണെന്ന് ഗോപികമാർ കരുതി കേട്ടോ. ബാലഗ്രഹസ്തത്ര വിന്വരീ ശിശുൻ യദൃച്ഛയാ നന്ദഗൃഹേ സദന്തകം ബാലം പ്രതിച്ഛന്ന നിജോരു തേജസം ദദർശ തൽപേ അഗ്നിമിവാഹിതം ഭസി. എന്താണ് ഇവളുടെ സ്വഭാവം? ശിശൂൻ വിജിന്വതി ബാലഗ്രഹ, അതായത് ഇങ്ങനെ ചെറിയ കുട്ടികളെ അന്വേഷിച്ച് നടക്കുന്ന, എങ്ങനെയാണ് ബാലന്മാരെ ബാധിക്കുന്ന അവള്, ചെറിയ കുട്ടികളെ ബാധിച്ച അവളെ അവരെ വധിക്കുക, അങ്ങനെയുള്ള സ്വഭാവമുള്ള അവള്. തത്ര നന്ദഗൃഹേ, ആ നന്ദഗോപഗൃഹത്തിൽ ബസി ആഹിതം അഗ്നിം ഇവ, എങ്ങനെയാണ് വെണ്ണീറിൽ ഇങ്ങനെ പൊതിഞ്ഞു കിടക്കുന്ന ഒരു തീക്കനൽ എന്ന പോലെ പ്രതിച്ഛന്ന നിജോരു, തൻ്റെ ആ മൂടപ്പെട്ട മഹത്തായിട്ടുള്ള തേജസ്സോടു കൂടിയവനും അസദന്തകം, ദുഷ്ടന്മാരുടെ അന്തകനുമായ ആ ബാലനെ തൽപ്പേ എതിർച്ചയാ ദദർശ, അങ്ങനെ കയറി വന്ന അകത്ത് ആ ഭഗവാൻ ആ ചെറിയൊരു ഉണ്ണിയായിട്ട് ആ തൽപ്പത്തിൽ ഇങ്ങനെ ആ തൊട്ടിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആരാണ് അദ്ദേഹം? അസദൻ, ദുഷ്ടന്മാരുടെ അന്തകനായിട്ടുള്ള ഭഗവാനെ അത് മനസ്സിലാക്കിയില്ല, അദ്ദേഹത്തിൻ്റെ തേജസ് മനസ്സിലാക്കി. അതാണ് പിന്നെ ഭസ്മത്തിൽ പൊതുവെ ചില തീക്കണൽ പോലെയാണ് അദ്ദേഹത്തിൻ്റെ തേജസ്, അത് ഇവൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയാൻ. അങ്ങനെയാണെന്ന് കേട്ടോ. വിബുദ്ധ്യതം ബാലകമാരികാഗ്രഹം ചരാചരാത്മാസ ക്ഷണ അനന്തമാരോപയദംഗമന്തകം യഥോരകം സുപ്തമബുദ്ധിരഞ്ജുതി. ആ താം ബാലകമാരികാഗ്രഹം വിബുദ്ധ്യ, അവളങ്ങനെ കുട്ടികളെ കൊല്ലുന്നുള്ള അതിദുഷ്ടയുള്ള ഗ്രഹങ്ങളിൽ പെട്ടവളാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആ ഉണ്ണി ആരാണത്? ചരാചരാത്മാ, സർവ്വചരാചരങ്ങളിലെയും ആത്മാവായുള്ള ഭഗവാൻ. നിമീലിതക്ഷണ ആസാമെല്ലാം അങ്ങോട്ട് ഒന്നും നോക്കിയിട്ട് കണ്ണങ്ങോട്ട് അടച്ച് കിടന്നു എന്ന് പറയുകയാണ്. ആ സമയത്തോ ആ അബുദ്ധിരജ്ജുതി, ബുദ്ധിഹീനെ കൊണ്ട് കയറ് എന്ന് തെറ്റിദ്ധരിച്ചുള്ളവൻ ഉറങ്ങുന്ന പാമ്പ്, സുപ്തം ഉരകം യഥ പാമ്പിനെ എന്ന പോലെ. സാധാരണ വേദത്തിൽ എന്താ പറയാറ്? കയറ് കണ്ട് പാമ്പാണെന്ന് പറഞ്ഞിട്ടാണ് അത് പറയാറ്. ഇവിടെ മറിച്ചാണ്. ശരിക്കും യഥാർത്ഥത്തിൽ പാമ്പിനെ കണ്ടിട്ട് കയറാണ് തെറ്റിദ്ധരിച്ചുകൊണ്ട് എന്ത് ചെയ്തു? അവള് അന്തകം, തൻ്റെ അന്തകനായിട്ടുള്ള ആ അനന്തനായിട്ടുള്ള ബാലനെ അംഗം ആരോപയിൽ തൻ്റെ മടിയിലേക്കാൻ എടുത്ത് വെച്ചു എന്ന് പറയുകയാണ്. താം തീക്ഷ്ണചിത്തം അതിവാമചേഷ്ടിതം വീക്ഷ്യാന്തരാ കോശപരിച്ഛദാസിവൽ വരസ്ത്രിയം തത്പ്രഭയാ ച ദർശിതേ നിരീക്ഷമാണേ ജനനീ അധിഷ്ഠതാം. താം വരസ്ത്രീയാം തീക്ഷ്ണചിത്താം, അവളെങ്ങനെയാണ് കണ്ടാൽ നല്ല അതിസുന്ദരിയായിട്ടുള്ള സ്ത്രീയാണ്.
എന്നാലോ തീക്ഷ്ണ ചിത്താം, എങ്ങനെയാണ് ക്രൂരമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ടുള്ളതാണ് അവള്. എന്താണ് എങ്ങനെയാണ് കോശപരിച്ഛത അസിവൽ, ഒരു വാളിന് ഉറയിലിട്ടുള്ള വാളിനെ പോലെ എന്നാൽ ഉള്ളിലുള്ള മൂർച്ചുള്ള, അപ്പോൾ ആ വാൾ ഉറ കണ്ട അതിൻ്റെ ഉള്ളിലുള്ള മൂർച്ചുള്ള വാളാണെന്ന് മനസ്സിലാവില്ല. അതുമാതിരി അതിവാമചേഷ്ടിത, ഏറ്റവും വളരെ ഹൃദ്യമായിട്ടുള്ള പെരുമാറ്റത്തോടു കൂടിയിട്ടുള്ളാണെങ്കിലും ക്രൂരത്ത മനസ്സോടു കൂടിയവളുമായ അവളെ അന്തരാ വീക്ഷ്യത, ഗൃഹത്തിനുള്ളിൽ വന്നത് കണ്ടിട്ടും തൽപ്രഭയാ ദർശിതേ ജനനി, അവൾ ആ ശോഭ കൊണ്ടങ്ങനെ മോഹിതരായിട്ടുള്ള ജനനി അമ്മമാരിരുവരും നിരീക്ഷമാണേ, ഈ മിഴിച്ചു നോക്കിക്കൊണ്ടേ അതിഷ്ടം ഇരുന്നു എന്ന് പറയുകയാണ്. അവളെ ഒന്ന് നോക്കിയിട്ടങ്ങനെ പരിഭ്രമിച്ച് അങ്ങനെ നോക്കിക്കൊണ്ടൊന്നും അവളെ പറയുകയാണ്. തസ്മിൻ സ്ഥലം ദുർജരവീര്യമുൽബണം ഘോരാംഗമാദായ ശിശോർദാവത ഗാഢം കരാഭ്യാം ഭഗവാൻ പ്രവീഡ്യതൽ പ്രാണൈസമം രോഷസമന്വിതോപിബൽ. എന്തിനു പറയണു, വേഗം ഈ പൂതനങ്ങൾ വന്നു ഇവരൊക്കെ പരിഭ്രമിച്ച് നോക്കിക്കൊണ്ടിരിക്കണം. ഇത് വേഗം ആ ഉണ്ണിയെ മടിയിലാണ്ട് എടുത്ത് വെച്ച് അങ്ങോട്ട് മുല കൊടുക്കാൻ തുടങ്ങി. അപ്പോഴോ അതാ ഘോര അംഗമാതായ, എങ്ങനെയാണ് മടിയിൽ വെച്ചിട്ട് അതിഭയങ്കരമായിട്ടുള്ള അവള് ആ കുട്ടിയെ മടിയിൽ വെച്ചു. ഉൽബണം ദുർജരവീര്യം സ്തനം തസ്മിൻ ശിശോ ദദൗ, അതായത് അങ്ങനെ മുല കൊടുക്കാൻ, മുലയിൽ എങ്ങനെയാണ് ദുർജരവീര്യം, വളരെ വീര്യം ക്ഷയിക്കാത്ത വിഷം പുരട്ടിയിട്ടതായിട്ടുള്ള ശക്തി, ഉൾപ്പെടണം ശക്തി ഏറിയിട്ടുള്ള വിഷം പറ്റിയിട്ടുള്ളതായിട്ടുള്ള ആ സ്ഥലത്തിനെയാണ് കൊടുത്തത്. അവിടെ വെച്ച് ആ കുട്ടിക്കാണ് കൊടുത്തു. എന്നാലോ ആ ഉണ്ണിക്ക് എങ്ങനെ ഭഗവാനാണത്, രോഷസമന്വിത ഭഗവാൻ, രോഷാകുലനായിട്ടുള്ള ഭഗവാൻ ഗാഠം കരാഭ്യം തൽപ്രവീഡ, പൂതരൻ്റെ രണ്ട് ആ മുലയിലങ്ങനെ രണ്ട് കൈകൊണ്ടും ചേർത്തങ്ങനെ പിടിച്ചുകൊണ്ട് തൽപ്രവീഡ, അതിനെങ്ങനെ മുലയെങ്ങനെ മർദ്ദിച്ചുകൊണ്ട് പ്രാണൈ സമം അവിവൽ, അങ്ങനെ കിട്ടും മുലയും കിട്ടും വലിച്ച് കുടിച്ചിട്ട് എന്തുണ്ടായി, പൂതനയുടെ പാല് മാത്രമല്ല ആ പ്രാണനെയും കൂടി അങ്ങോട്ട് വലിച്ച് കുടിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും സാ മുഞ്ചാലമിതി പ്രഭാഷിണി നിഷ്പീഡ്യമാനാഖില ജീവമർമ്മണി നിവൃത്യ നേത്രേ ചരണൗ ഭുജൗ മുഹു പ്രസ്വിന്നഗാത്ര ക്ഷിപതീരുരോധക. അപ്പോഴെങ്ങനെയാണ് അവൾക്കോ ഇങ്ങനെ പ്രാണൻ കൂടി പിടിച്ച് വലിക്കുമ്പോഴേക്കും അഖില ജീവമർമ്മണി നിഷ്പീഡ്യമാന, അവളുടെ ഓരോ ശരീരത്തിലെ ഓരോ മർമ്മങ്ങളിലും അങ്ങനെ വേദന കൊണ്ടങ്ങനെ വല്ലാത്ത അസഹ്യമായ വേദന വന്നിട്ട് അവൾ വിടുകുട്ടി മുഞ്ച അല്ല വിടു മതി കുടിച്ചെന്നുള്ള ഭാവത്തിൽ ഇരി പ്രഭാഷി ഇങ്ങനെ ആട്ടസഹസിച്ചുകൊണ്ടും നേത്രേ വിവൃത്യ, കണ്ണ് രണ്ടും തുറിച്ച് ചരണവും ഭുജവും കാലും കയ്യും അടിക്കടി ക്ഷിപതി വീണ്ടും നിലത്തിട്ട് അടിച്ചുകൊണ്ടും പ്രസ്വിന്നഗാത്ര, വയർത്ത് കുളിച്ച് ശരീരത്തോട് കൂടിയിട്ട് രുരോധക ഉറക്കങ്ങനെ അലറാൻ തുടങ്ങി. തസ്യാസ്വനേന അധിഗഭീരരം ഹസാ സാദ്രിർമഹീദ്യൗശ്ച ചചാലസഗ്രഹ രസാദിശ്ച പ്രതിമേദിരേജനാ പേതുക്ഷിതൗ വജ്രനിപാതശങ്കയാ. തസ്യാ, അവളുടെ അതീരഗംഭീരരഹസ, അതിഭയങ്കരമായിട്ടുള്ള അലർച്ച കാരണം സ്വനേന സാദ്രി മഹി, പർവ്വതങ്ങളോടുകൂടിയുള്ള ഭൂമിയും സഗ്രഹ ദ്യൗചാല, ആ എങ്ങനെയാണ് ഗ്രഹങ്ങളോട് കൂടിയിട്ടുള്ള ആകാശവും കുലുങ്ങി എന്ന് പറയുകയാണ്. ദിശ ച രസ, 17 ദിക്കുകളും അധോലോകങ്ങളും ഒക്കെ അങ്ങനെ അവളുടെ അലർച്ച അങ്ങനെ മാറ്റൊലിക്കൊണ്ടു എന്നാണ്. വജ്രനിവ, ഒരു ഇടിവെട്ടാണെന്ന് ശങ്കിച്ചിട്ട് ജനാ ക്ഷിതോ ആ ശബ്ദം കേട്ടിട്ട് ഇടിവെട്ടിന്ന് വിചാരിച്ചിട്ട് ജനങ്ങളെല്ലാം പേടിച്ച് നിലത്തങ്ങോട്ട് വീണു എന്ന് പറയുകയാണ്. ക്ഷിതൗ പേതു നിശാചരിത്തം വ്യതിരസ്തനാഭ്യസുവ്യാദായ കേശംശ്ചരണോ ഭുജാവഭി പ്രസാര്യ ഗോഷ്ഠേ നിജരൂപമാസ്ഥിത വജ്രാഹതോ വൃത്ര ഇവാപതൻ നൃപ. ഹേ രാജൻ, ഹേ നൃപ, ഇത്തം വ്യതിത സ്ഥലം, ഇപ്രകാരം അങ്ങനെ സ്ഥലത്തിൽ പിടിച്ച് ഭഗവാൻ കുടിശമയത്ത് വേദനിക്കപ്പെട്ട സ്ഥലങ്ങളോട് കൂടിയ നിശ, ആ രാക്ഷസി നിജരൂപമാസ്യ, തൻ്റെ ആ യഥാർത്ഥ രൂപം അങ്ങോട്ട് ധരിച്ചവളായിട്ട് വ്യാതായ വായൊക്കെ പിളർന്ന് കേശാൻ ചരണൗ ഭുജൗ അഭിപ്രസാര്യ, തലമുടി കാലുകള് കൈകളെല്ലാം അങ്ങനെ വിടർത്തിക്കൊണ്ട് വജ്രായുധത്തിൽ പ്രഹരിക്കപ്പെട്ട വൃത്രാസുരനെ പോലെ
ഗോകുലത്തിൽ വ്യസു പ്രാണൻ പോയവളായിട്ട് ആപദം അങ്ങോട്ട് പതിച്ചങ്ങനെ അങ്ങോട്ട് മറിഞ്ഞങ്ങോട്ട് കേട്ട മലടത്തങ്ങോട്ട് വീണു എന്ന് പറയാണ് മരിച്ചിട്ട്. പതമാനോപി തദ്ദേഹ ത്രിഗവ്യൂത്യന്തരദ്രുമൻ ചൂർണയാമാസ രാജേന്ദ്ര മഹദാസീൽ തദദ്ഭുതം. ഹേ രാജേന്ദ്ര, പരീക്ഷിത്തേ, തദ്ദേഹ പതമാൻ അവളുടെ ആ ശരീരം അങ്ങനെ വീഴണ സമയത്തും എങ്ങനെയാണ് ത്രിഗവ്യൂത്യന്തരദ്രുമ ആ 3 കാതം അകലത്തിനുള്ളിൽ കിടക്കുന്ന എല്ലാ വൃക്ഷങ്ങളെയും പൂട്ടി പൊടിച്ചുകൊണ്ടാണ് എന്ന് പറയാൻ അത്തൽ മഹൽ അത്ഭുതം, വല്ലാത്തൊരു അത്ഭുതമായി തീർന്ന അങ്ങനെയാണ് അവൾ മലർന്നടിച്ചങ്ങോട്ട് വീണത് എന്ന് പറയുകയാണ്. ഈശാമാത്രോഗ്രതം ത്രാസ്യം ഗിരികന്ധരനാസികം ഗണ്ഡശൈലസ്തനം രൗദ്രം പ്രകീർണാരുണമൂർധജം അന്തകൂപഗഭീരാക്ഷം പുളിനാരോഹഭീഷണം ബദ്ധസേതുഭുജോ വഘ്രി ശൂന്യതോയഹ്രദോദരം സന്തത്രസു സ്മതദ്വിഹ്യ ഗോപ്യകളേവരം പൂർവം തു തന്നിസ്വനിത ഭിന്നകൾ കർണമസ്തക. പൂർണ്ണം തു തന്നിസ്വനിത ഭിന്നകൾ കർണമസ്തക. ഇപ്പോൾ ഈ ഇവളുടെ ആ അലർച്ച കൊണ്ട് തന്നെ അവരുടെ എങ്ങനെയാണ് ഹൃദയങ്ങളും ചെവികളൊക്കെ പൊട്ടിപ്പോയിരുന്നു പറയുകയാണ് ഈ പ്രജത്തിലെല്ലാവരുടെയും. അങ്ങനെയുള്ള അവർ പെട്ടെന്ന് ഇവളുടെ രൂപം കൂടി കണ്ടപ്പോഴേക്കും ഉണ്ടല്ലോ എന്താണ് എങ്ങനെയാണ് ഈശാമാത്ര ഉഗ്രദംശാല ഊഴ്ത്ത് ഇതില്ലേ നമ്മുടെ കന്ന് പൂട്ടുന്ന നുകന്മാരുള്ള കണക്കുള്ള ഭയങ്കരമായിട്ടുള്ള ദംഷ്ടകളോടുള്ള മുഖമാണ്. ഗിരികന്ധരനാശി പർവ്വതത്തിലെ ഗുഹകൾ പോലുള്ള നാസദ്വാരങ്ങൾ, ഗണ്ഡശൈലസ്ഥലം മലയിൽ നിന്ന് ഉതിർന്നു വേണമുള്ള പാറക്കല് പോലുള്ള മാരിടങ്ങൾ, പ്രകീർണ ആരുണമൂർത്ത ചെതറിക്കിടക്കുന്ന ചെമ്പൻ മുടി, അന്ധകൂപഗഭീരാക്ഷം എന്നല്ല ഇരുളറിഞ്ഞ പൊട്ട കണ്ടുപോലെ കഴിഞ്ഞ 2 കുഴിഞ്ഞിട്ടുള്ള 2 കണ്ണുകൾ, പുളിന ആരോഹവി മണത്തിട്ടിനോ അടുത്ത ഇവിടുത്തെ അരക്കെട്ടിൻ്റെ ഭീകരത, ബദ്ധസേതുഭുജോർവ അണക്കെട്ട് പോലെ അങ്ങനെ കിടക്കുന്ന നീണ്ട 2 കൈകൾ, തുടകൾ, കാലുകൾ എന്നിവയോട് കൂടിയിട്ടും ശൂന്യതോയ ഹൃദോ വെള്ളം പറ്റിയുള്ള വലിയൊരു തടാകം പോലുള്ള വയറ്, തത് രൗദ്രം. അങ്ങനെ ആ ഭീകര സ്വരൂപത്തെ കണ്ടിട്ട് അവർ മുമ്പ് തന്നെ പഠിച്ചിട്ട് അവരെല്ലാവരും വല്ലാണ്ട് ഭയന്നു. എന്താണ് ആദ്യ ശബ്ദം കേട്ടുമ്പോൾ ഭയാനകമായുള്ള രൂപവും കണ്ടു എന്നിട്ടോ അവരങ്ങനെ എന്താ ചെയ്യാൻ പരിപാടിച്ച് നോക്കുമ്പോഴാണ് കാലം ചതസ്യാ ഉരസി ക്രീഡന്തമകുതോ ഭയം ഗോപ്യസ്തൂർണം സമഭ്യേത്യ ജഗൃഹു ജാതസംഭ്രമ. എന്നാലോ ആ പോതരണ മാറിടത്തില് അകുതോഭയം തസ്യ ഉരസി തീരെ പേടിയില്ലാതെ അവൾ ആ മാറിടത്തിൽ ക്രീഡന്തം ബാലം ച കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ബാലനെ കണ്ടിട്ട് ജാതസംഭ്രമ സംഭ്രാന്തകളായിട്ടുള്ള ഗോപികമാര് തൂർണം സമഭ്യേറ്റ ജഗ ഉടനെ ഓടിച്ചെന്ന് ആ ഉണ്ണി അങ്ങോട്ട് വാരിയെടുത്തു. യശോദാ രോഹിണീഭ്യാം താ സമം ബാലസ്യ സർവദാ രക്ഷം വിദതിരേ സമ്യക് ഗോപുച്ഛ ഭ്രമണാദിവി. യശോദ രോഹിണിഭ്യാം സമം, യശോദ രോഹിണി എന്നിവരോടും കൂടിയിട്ട് അവരെ ഈ ഗോപികമാര് സർവത എല്ലാ അവയവങ്ങളിലും ഗോപുച്ഛ ഭ്രമണാദിവി ആ ഉണ്ണി ഇതിൽ പേടി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഓരോ രക്ഷകളൊക്കെ ചെയ്യുകയാണ്. എന്താണ് ആദ്യം ഗോപുച്ഛ ഭ്രമണ പശുവിൻ്റെ വാലുകൊണ്ട് അങ്ങനെ ഒഴിയാൻ മുതലായുള്ള ക്രിയകൾ ചെയ്തു. എന്നിട്ടോ രക്ഷാം സമ്യക് വിധതിരേ വേണ്ട രീതിയിലുള്ള രക്ഷകളൊക്കെ ചെയ്തു. അവർക്ക് അവരുടെ നാട്ടിൻപുറത്ത് ചെയ്യുന്ന ഏർപ്പാടുകളാണ് അതൊക്കെ. ആ ബാലിനെ ഗ്രഹബാധയൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയുള്ള ഓരോ പ്രവൃത്തികളായിട്ട് പശുവിൻ്റെ വാലുകൊണ്ട് കുട്ടിയെ ഒഴിയുക അതൊക്കെ ചെയ്തു. പിന്നെയോ ഗോമൂത്രേണ സ്നാപയിത്വാ പുനർഗോരജസാർഭകം രക്ഷാം ചക്രുശ്ച ചകൃതാ ദ്വാദശാംഗേഷു നാമഭി. ആർഭകം ഗോമൂത്രേണ സ്നാപയിത്വാ ആ ഉണ്ണിയെ പിന്നെ ഗോമൂത്രം കൊണ്ടാണ് സ്നാനം ചെയ്യിച്ച് പുനഃ ഗോരജസാം ചകൃതാ നാമഭി ദ്വാദശാംഗേഷു രക്ഷാം ച ചക്രു. എന്ത് ചെയ്തു പിന്നെ ആ പശുക്കളുടെ കുളമ്പിൻ്റെ ഇടയിലുള്ള പൊടിയുണ്ട്, അതുമാതിരി പശുവിൻ്റെ ചാണകപ്പൊടി കൊണ്ട് ഇങ്ങനെയോ ആ ഭഗവാന്റെ ശരീരത്തിലെ ഓരോ അംഗങ്ങളിലും ഭഗവാന്റെ 12 പേരുകളും ആ ചെല്ലിയും കൊണ്ട് ആ നെറ്റിത്തടം തുടങ്ങിയിട്ടുള്ള 12 അംഗങ്ങളിൽ രക്ഷാവിധിയും വേണ്ട രീതിയിൽ ചെയ്തു. ഈ 12 അംഗങ്ങളിലും ഏത് പേരുകളെ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള പത്മപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിച്ചതെന്ന് ചില വ്യാഖ്യാനങ്ങളിലൊക്കെ ഉണ്ട്. അത് 12 നാടങ്ങൾ സ്ഥാനങ്ങളും പേരുകളും നെറ്റിത്തറത്തിലെ ഓം കേശവായ നമ,
ഉദരത്തിലെ ഓം നാരായണായ നമ, മാരടത്തിലെ ഓം മാധവായ നമ, കഴുത്തിൻ്റെ കുഴിയിലെ ഓം ഗോവിന്ദായ നമ, വയറിന് വലതുഭാഗത്തായിട്ട് ഓം വിഷ്ണവേ നമ, വലത് കൈയിലെ ഓം മധുസൂദനായ നമ, കഴുത്തിൻ്റെ മുൻഭാഗത്ത് ഓം ത്രിവിക്രമായ നമ, വയറിൻ്റെ ഇടതുഭാഗത്ത് ഓം വാമനായ നമ, ഇടത് കൈയിലെ ഓം ശ്രീധരായ നമ, കഴുത്തിന് പിൻഭാഗത്ത് ഓം ഋഷികേശായ നമ, പൃഷ്ഠഭാഗത്ത് ഓം പത്മനാഭായ നമ, അരക്കെട്ടിലെ ഓം ദാമോദരായ നമ. ഇങ്ങനെ ഇതുവരെയുള്ള രക്ഷാവിധികളൊക്കെ ചെയ്യുന്നത് ഗോപികമാരനെയാണ്. ഇനിയുള്ള ആ ന്യാസവും കവചമൊക്കെ ഉണ്ടല്ലോ, അത് അറിവുള്ള ആൾക്കാരോട് ചോദിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. ഗോപ്യ സംസ്പൃഷ്ട സലില അംഗേഷു കരയോ പൃഥക് ന്യസ്യാത്മന്യത ബാലസ്യ ബീജന്യാസമകുർവത. ഗോപ്യ സംസ്പൃഷ്ട സലില അതിനുശേഷം ഗോപികമാർ ആ ജലം കൊണ്ട് തങ്ങൾ സ്വയം ശുദ്ധി വരുത്തിയിട്ട് ആത്മനി കരയോ അവരവരുടെ കൈകളിലും അംഗേഷു അംഗങ്ങളിലും പൃഥക് ഓരോരുത്തായി ബീജന്യാസം ന്യസ്യ അതാ ബീജന്യാസം ഒക്കെ ചെയ്ത ശേഷം ബാലസ്യ അകുർവത ആ ബാലനും അതുപോലെയൊക്കെ ചെയ്തു എന്ന് പറയുകയാണ്. ഇനി എന്താണ് ബാലന് ചെയ്തിട്ടുള്ളത്? അവ്യാതജോഘ്രിമണിമംസ്തവജന്വധോരു യജ്ഞോച്യുത കടിതടം ജഡരം ഹയാസ്യ കേശവ ത്വദുര ഈശ ഇനസ്തു കണ്ഠം വിഷ്ണുർഭുജം മുഖമുരുക്രമ ഈശ്വരക്കം. ഉണ്ണിയുടെ ഓരോ ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളിൽ ഭഗവാന്റെ ഓരോ രൂപത്തിലുള്ള ഭഗവാൻ രക്ഷിക്കണേന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയാണ് ഈ കവചം. ഇതാണ് ജന്മാതിരഹിതനായിട്ടുള്ള ഭഗവാൻ തവ ആംഘ്രി ഉണ്ണിയോ നിന്റെ കാലടികളെയും മണിമാൻ കൗസുമരത്നം ധരിച്ച ഭഗവാൻ ജാനു കാൽമുട്ടുകളെയും പിന്നെ യജ്ഞൻ ഊരു തുടകളും അച്യുതൻ കടിതടം അരക്കെട്ടും രക്ഷിക്കട്ടെ. ഹയാസ്യ ഹയഗ്രീവൻ ജഡരം ഉദരവും കേശവൻ ഹൃദയത്തെയും ഈശൻ തൊതുര ഉണ്ണിയുടെ മാരിടത്തെയും ഇനൻ കണ്ഠത്തെയും വിഷ്ണു ഭുജവും ഉരുക്രമൻ മുഖവും ഈശ്വരൻ കം ശിരസ്സും അവ്യാൽ രക്ഷിക്കണമേ. ചക്ര്യഗ്രത സഹഗതോ ഹരിരസ്തു പശ്ചാൽ ത്വൽപാർശ്വയോർധനുരസി മധുഹാജനശ്ച കോണേഷു ശംഖ ഉരുഗായ ഉപര്യുവേന്ദ്ര താർക്ഷ്യക്ഷിതൗ ഹരധര പുരുഷ സമന്താൽ. അഗ്രത ചക്രീഹരി മുൻവശത്ത് ചക്രായുധനായിട്ടുള്ള ശ്രീഹരിയും പശ്ചാൽ പുറകുവശത്ത് സഹഗത ഗദാധരനും ത്വൽപാർശ്വയോ ഉണ്ണിയുടെ ഇരുപുറങ്ങളിലുമായി ധനുരസി മധുഹ അജനച ധനുധരനായിട്ടുള്ള മധുസൂദനും ഖഡ്ഗവാണിയായിട്ടുള്ള അജനനും കോണേഷു കോണുകളിൽ ശംഖ ഉരുകായ ശംഖധരനായിട്ടുള്ള സൽകീർത്തിമാനായിട്ടുള്ള ഭഗവാനും ഉപരി ആകാശത്തിൽ താക്ഷ്യ ഗരുഡാരൂഢനായിട്ടുള്ള ഉപേന്ദ്രനും ക്ഷിതൗ ഭൂമിയിൽ ഹലധര ഹലായുധനായ സംഘർഷണനും പുരുഷനും ചേർന്ന് സമന്താ എല്ലായിടവും അസ്തു രക്ഷയ്ക്കായി ഉണ്ടാകണമേ. ഇന്ദ്രിയാണി ഋഷീകേശ പ്രാണനാരായണോ വധു ശ്വേതദ്വീപവതിശ്ചിത്തം മനോ യോഗേശ്വരോ വധു വൃശ്നിഗർഭസ്തുതേ ബുദ്ധിം ആത്മാനം ഭഗവൻ പര ക്രീഡന്തം പാതു ഗോവിന്ദ ശയാനം പാതു മാധവ വ്രജന്തമവ്യാൽ വൈകുണ്ഠ ആസീനം ത്വാം ശ്രിയപ്പതി ഗുഞ്ചാനം യജ്ഞഭുക്പാതു സർവഗ്രഹഭയങ്കര ഡാക്കിന്യോ യാതുധാന്യശ്ച കൂഷ്മാണ്ഡായ അർഭഗ്രഹ ഭൂതപ്രേതവിധാചാശ്ച യക്ഷരക്ഷോ വിനായക കോടര രേവതി ജ്യേഷ്ഠ പൂതനാ മാതൃകാദയ ഉന്മാദായേഹ്യപസ്മാര ദേഹപ്രാണേന്ദ്രിയദ്രുഹ സ്വപ്നദൃഷ്ടാ മഹോത്പാദ വൃദ്ധബാലഗ്രഹാശ്ചയേ സർവേ നശ്യന്തു തേ വിഷ്ണോർ നാമഗ്രഹണഭീരവാ. ഋഷികേശനായിട്ടുള്ള ഭഗവാൻ ഈ ഉണ്ണിയുടെ ഇന്ദ്രിയങ്ങളെയും സാക്ഷാൽ നാരായണൻ പ്രാണങ്ങളെയും ശ്വേതദ്വീപാധിപതിയായിട്ടുള്ള ഭഗവാൻ ചിത്തത്തെയും യോഗേശ്വരൻ മനസ്സിനെയും വൃശ്നിഗർഭൻ ബുദ്ധിയെയും സാക്ഷാൽ ഭഗവാൻ ആത്മാവിനെയും രക്ഷിക്കട്ടെ.
കളിക്കുമ്പോൾ ഗോവിന്ദനും, കിടക്കുന്ന സമയത്ത് മാധവനും, യാത്ര ചെയ്യുന്ന സമയത്ത് വൈകുണ്ഠനും, ഇരിക്കുന്ന സമയത്ത് ലക്ഷ്മി വല്ലഭനും, ആഹാരം കഴിക്കുമ്പോൾ എല്ലാ ഗ്രഹങ്ങൾക്കും ഭീതിപ്രദനായിട്ടുള്ള യജ്ഞബുക്കും രക്ഷിക്കട്ടെ. ഡാകിനികൾ, യാതുധാനികൾ, കൂശ്മാണ്ഡങ്ങൾ, ഭൂത പ്രേത പിശാചുക്കള്, രക്ഷസ്സുകള്, വിഘ്നദേവതകള്, കോടര, രേവതി, ജ്യേഷ്ഠ, പൂതന, മാതൃക്കള്, ഇങ്ങനെ തരത്തിലുള്ള ഉന്മാദ ദേവതകള്, അപസ്മാര ദേവതകള്, എല്ലാ ദുർദേവതകളും ഈ ശിശുക്കളുടെ ശരീരം, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ ഇവയെ ബാധിക്കുന്ന എല്ലാ ദുർദേവതകളും നശിക്കുമാറാകട്ടെ. ഇവ തന്നെ ഈ കുട്ടികൾക്ക് ദുസ്വപ്നവും മറ്റാപത്തുകളൊക്കെ വരുത്തും. അവയെല്ലാം മഹാവിഷ്ണുവിൻ്റെ ആ നാമങ്ങൾ അങ്ങനെ കേട്ടാൽ ഭയന്ന് ഓടിപ്പോകട്ടെ എന്ന് പറയുകയാണ്. ഇവരെല്ലാം അദൃശ്യരായിട്ടാണ് സാധാരണ സഞ്ചരിക്കുക. ആവശ്യം വരുമ്പോൾ അതിന് യോജിച്ച രൂപം ധരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു പറയുകയാണ്. ഇങ്ങനെയുള്ള ഇപ്രകാരം പ്രായേണ ഈ രുദ്രസൃഷ്ടി എന്നറിയപ്പെടുന്ന ഇവരുടെ എല്ലാം ബാധ കുട്ടികൾക്കാണ് സാധാരണ ഉണ്ടാവുക. അങ്ങനെയുള്ള അവരെല്ലാം ഭഗവാന്റെ നാമങ്ങളെ വിഷ്ണോർ നാമഗ്രഹണ വീരവാ, ആ ഭഗവാന്റെ നാമജപത്തിൻ്റെ ആ ഒരു ശക്തി കൊണ്ട് മാത്രം ഇവരെല്ലാം പേടിച്ചോടി പോണേന്നാണ് പ്രാർത്ഥന. ഈ കവചം ചെറിയ കുട്ടികൾക്കൊക്കെ പണ്ടൊക്കെ ചൊല്ലി കൊടുത്താൽ വളരെ നല്ലതാണെന്ന് പറയുന്നു. പല പനി അങ്ങനത്തൊക്കെ ഞെട്ടി വിറക്കിൽ അങ്ങനത്തെ അതൊക്കെ വരുമ്പോൾ ഈ അവ്യാതചാംഗ്രി മണിമാം എന്നുള്ള 22ാമത്തെ ശ്ലോകം തൊട്ട് 29 കൂടിയുള്ള ശ്ലോകങ്ങളൊക്കെ ചെല്ലുന്നത് വളരെ നല്ലതാണ്. ശ്രീശുഗോവാച ഇതി പ്രണയബദ്ധാഭിർ ഗോപീഭിർകൃതരക്ഷണം പായയിത്വാ സ്തനം മാതാ സംയവേശയതാത്മജം. ശ്രീശുബ്രഹ്മർഷി പറയാണ്, ഇങ്ങനെ ആ സ്നേഹവാസം കൊണ്ട് അങ്ങനെ ബദ്ധകളായിട്ടുള്ള ഗോപസ്ത്രീകളാൽ എന്ന ഇപ്രകാരം രക്ഷകളെ ചെയ്തപ്പെട്ടുള്ള തൻ്റെ പുത്രനെ യശോദ എന്ത് ചെയ്തു, വേഗം എടുത്തിട്ട് മുലയും കൊണ്ട് കൊടുത്തു എന്ന് പറയുകയാണ്. അപ്പം ഉണ്ണി സുഖമായിട്ട് മുല കുടിക്കുക, അങ്ങനെയല്ല ഉണ്ണി മുല കുടിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോഴേക്കും അല്ലെങ്കിൽ പരിഭ്രമമൊക്കെ പേടി മാറി. ഉണ്ണിക്ക് യാതൊരു ആപത്തുമില്ല എന്ന് മനസ്സിലായി. ആ സമയത്തേക്ക് നന്ദാദയോ ഗോപ മധുരായ വ്രജം ഗതാ വിലോക്യ പൂതനാദേഹം ബഹൂരതിവിസ്മിത. ആ സമയത്തേക്ക് നന്ദഗോപനും കൂട്ടിലുണ്ടല്ലോ മധുരയിൽ നിന്ന് തിരിച്ചങ്ങോട്ട് എത്തി. ആ പൂതനയുടെ ദേഹം ദൂരത്ത് തന്നെ കണ്ടു തന്നെ മറന്നടിച്ച് കിടക്കണത്. അവരെല്ലാവരും പേടിച്ച് വിറച്ചു, അത്ഭുതപ്പെട്ടു എന്ന് പറയുകയാണ്. എന്താണ് അരിഷ്ടങ്ങൾ ഉണ്ടാകുന്ന പ്രവേശിച്ചുള്ള നൂനംബദർഷി സഞ്ജാതോ യോഗേശോ വാസമാസസാം സേവം ദൃഷ്ടോഹ്യുൽപാദോ യഥാനഗതുന്ദുബി. എന്താണ് അവരെ വിസ്മയിക്കാൻ കാരണം? ആ മഹർഷി തുല്യനാണ് എന്താണ് വസുദേവരെന്ന് പറയുകയാണ്. യോഗശാസ്ത്ര വിശാരദനാണ്, ത്രികാലജ്ഞനാണെന്ന് അവർ വിചാരിച്ചു. കാരണം അദ്ദേഹം പറഞ്ഞില്ലേ, പ്രവചിച്ചു ഇങ്ങനെ എന്തൊക്കെയോ ആപത്തുകൾ വരാൻ പോകുന്നത്. അതേമാതിരിയാണ് അവളുടെ രൂപം അങ്ങനെ പരന്ന് കിടക്കണത് ആ വ്രജത്തിൽ. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു കളേവരം പരശുഭി ചിത്വാ തത്തേ പ്രൗകസ ദൂരേ ക്ഷിപ്ത അവയവശോ നിരഹൻ കാഷ്ടധിഷ്ഠിതം. എന്നിട്ട് അവളുടെ അതിഭയാനകമായിട്ടുള്ള രൂപത്തിനെ വലിയ മറുകുവെട്ടികളൊക്കെ കൊണ്ടുവന്നില്ല, എന്താണ് മഴുവൊക്കെ കൊണ്ടുവന്നിട്ട് അതിനെ വെട്ടിമുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് കുറേ ദൂരെ കൊണ്ടുപോയിട്ട് ആ ചെത കൂട്ടി ദഹിപ്പിച്ചു എന്ന് പറയുകയാണ്. പക്ഷേ എന്തുണ്ടായി, ദഹ്യമാനസ്യ ദേഹസ്യ ധൂമശ്ചാകരു സൗരഹ ഉത്ഥിത കൃഷ്ണ നിർഭുക്ത സപദ്യാഹതപാൽമന. ആ ശരീരം ദഹിപ്പിക്കാൻ സമയത്തുണ്ടല്ലോ എങ്ങനെയാണ് ശ്രീകൃഷ്ണനാൽ ഭഗവാൻ ആ പൂതനയുടെ പാല് കുടിക്കേണ്ടായില്ലേ, അതുകൊണ്ട് എന്തുണ്ടായി, അവളുടെ പാപമെല്ലാം വേരോടെ അറക്കപ്പെട്ടിരിക്കുന്നതാണ്. നിർഭുക്ത സപദ്യാഹതപാൽമന, അവളുടെ എല്ലാ പാപവും അറക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള അവളുടെ ശരീരത്തിന് എന്തുണ്ടായി, ചെതകൂടി ദഹിച്ചപ്പോൾ അഖിലിൻ്റെ സുഗന്ധം കലർന്ന നല്ല ചന്ദനോ അഖിലൊക്കെ നല്ല സുഗന്ധമാണ് ആ ശവം വന്നിരുന്ന് പറയുകയാണ്. ശവം ദഹിപ്പിക്കുന്ന സമയത്ത് എന്താണ് അത് ജനങ്ങളെ മുഴുവൻ മനസ്സിലാക്കിയാൻ വേണ്ടിയിട്ടാണ് ആ സുഗന്ധം ഉണ്ടായത്. പൂതന ലോകബാലഗ്നി രാക്ഷസീ രുധിരാസന ജിഗാംസയാ വിഹരയേ സ്തനം തദ്വാവസൽഗതിം കിം പുനഃശ്രദ്ധയാ ഭക്ര്യാ കൃഷ്ണായ പരമാത്മയേ യച്ഛൻ പ്രിയതമം കിം നു രക്താസ്തന്മാതരോ യഥാ.
ആരാണ് ഈ പൂതന ശിശുവധം ഒരു തൊഴിലാക്കി അങ്ങനെ ഇതില്ലേ, അങ്ങനെ അവളുടെ ആ രക്തം പാനം ചെയ്തിട്ട് ആ കുട്ടികളുടെ രക്തം പാനം ചെയ്ത് ജീവിച്ചിരുന്ന ആ രാക്ഷസി കൊല്ലാനായിട്ടാണെങ്കിലും എന്ത് ചെയ്തു, ശ്രീഹരിക്ക് മുല കൊടുത്തു എന്ന് പറയാൻ. അങ്ങനെ എന്ത് ചെയ്തു, അപ്പോൾ അതുകൊണ്ട് തന്നെ സൽഗതി പ്രാപിച്ചു. ഈ സ്ഥിതിക്ക് ശ്രദ്ധയോടും ഭക്തിയോടും ആയിട്ട് സാക്ഷാത് പരമാത്മാവായിട്ടുള്ള ഭഗവാന് ഏറ്റവും പ്രിയങ്കരങ്ങളായിട്ടുള്ള വസ്തുക്കളെ ദാനം ചെയ്യുന്നവർക്ക് ഏത് പ്രകാരമുള്ള സൽഗതിയാണ് ലഭിക്കുക എന്ന് പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതാണ് അതിൻ്റെ അതാണ് കിം പുന ശ്രദ്ധയാ ഭക്രിയാ യച്ഛൻ പ്രിയതമം കൃഷ്ണായ പരമാത്മനെ എന്നില്ലേ. അതുകൊണ്ട് ആ ഭാവത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സൽഗതിയാണ് ലഭിക്കുന്ന ആലോചിക്കാണ്ടോ നോക്കിയാണ്. നോക്കൂ, പദ്യം ഭക്തഹൃദിസ്ഥാഭ്യം വന്ദ്യാഭ്യം ലോകവന്ദിതൈ അംഗം യസ്യാ സമാക്രമ്യ ഭഗവാൻ അവിപൽസ്തനം യാതുധന്യവിസാ സ്വർഗം അവാപജനീഗതിം കൃഷ്ണഭുക്തസ്തനക്ഷീര കിമുഖാവോ മാതരാ. ആ ശ്രീ ശിവബ്രഹ്മണിക്ക് പറഞ്ഞാൽ തീരില്ല, പറഞ്ഞാൽ എന്നെ വീണ്ടും പറയാണ്. എന്താണ് യസ്യാ അംഗം, എങ്ങനെയാണ് ആ യാതൊരുവളുടെ ആ ശരീരത്തെ ലോകവന്ദിതൈ വന്ദ്യാഭ്യാം, എങ്ങനെ ലോകത്തിലുള്ള എല്ലാവരും ആരാധിക്കുന്നവയും പൂജിക്കപ്പെടുവാൻ അർഹതപ്പെട്ടവയും ഭക്തഹൃദയ തൻ്റെ ഭക്തന്മാരുടെ ഹൃദയങ്ങളിൽ എപ്പോഴും സ്ഥിതി ചെയ്യുന്നവയുമായ പദ്ഭ്യാം ആ ശ്രീപാദങ്ങൾ കൊണ്ട് സമാക്രമിച്ച വെട്ടിക്കേറിയിട്ട് ഭഗവാൻ സ്തനം അവിവൽ മുല കുടിച്ചില്ലേ ശ്രീകൃഷ്ണൻ. അവൾ യാതുദാനി ഒരു രാക്ഷസിയാണെങ്കിൽ കൂടിയിട്ട് ജനനീഗതി അമ്മയുടെ പ്രാപ്യസ്ഥാനമായിട്ടുള്ള സ്വർഗം സ്വർഗത്തെ പ്രാപിച്ചു. കൃഷ്ണഭുക്തസ്ഥന ക്ഷീര ശ്രീകൃഷ്ണനാൽ പാനം ചെയ്യപ്പെട്ട സ്ഥലങ്ങളോടും ആ പാലോടും കൂടിയുള്ള മാതര അമ്മമാരും ഭാവ പശുക്കളും കിമുന്നു എങ്ങനെയെന്ന് പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് ശ്രീ ബ്രഹ്മർഷി. വീണ്ടെന്ന് പറയാണ്. ഈ പൂതനയ്ക്ക് ഒരു പഴയ ചരിത്രം ഉണ്ട് എന്ന് പറയാറുണ്ട്. അതായത് മുജ്ജന്മത്തിൽ മഹാബലിയുടെ പുത്രിയായിട്ടുള്ള രത്നമാലയായിരുന്നു അത്രേ ഈ പൂതന. ആ വാമനമൂർത്തിയെ കണ്ടപ്പോൾ വളരെ പുത്രസ്നേഹവതിയായിട്ട് എൻ്റെ ദേഹത്ത് കിടന്ന് മുല കുടിച്ചെങ്കിലോ എന്ന് അന്നങ്ങനെ ആലോചിച്ചു അത്രേ. ആ ഇംഗിതം മനസ്സിലാക്കിയിട്ടാണ് ഭഗവാൻ ഈ ശ്രീകൃഷ്ണാവതാരത്തിൽ അവൾക്ക് മാതൃസ്ഥാനം കൽപ്പിച്ച് ഇങ്ങനെ വിഷം പുരട്ടിയതാണെങ്കിൽ തൻ്റെ സ്തന്യപാനം ചെയ്യിച്ചിട്ട് ആ മാതാവിന് ലഭിക്കുന്ന സൽഗതി നൽകിയതെന്നൊക്കെ ആ ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. പയാംസി യാസാം അഭിവൽ പുത്രസ്നേഹസ്നുതാന്യലം ഭഗവാൻ ദേവകീപുത്ര കൈവല്യാദ്യഖിലപ്രദ താസാം അഭിരതം കൃഷ്ണേ കുർവതീനാം സുദേക്ഷണം ന പുനഃ കൽപ്പതേ രാജൻ സംസാരോ അജ്ഞാനസംഭവ. അതാണ് ആ സുഗന്ധത്തിൻ്റെ ആ എന്താണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിക്കുന്നത്, അതാണ് ചിന്തിക്കേണ്ടത്. ഹേ രാജൻ പരീക്ഷിത്തേ, ദേവകീപുത്ര ദേവകിയുടെ പുത്രനായിട്ട് ജനിച്ചവനും കൈവല്യാദ്യഖിലപ്രദ മോക്ഷം മുതലായിട്ടുള്ള എല്ലാ പുരുഷാർത്ഥങ്ങളെയും പ്രദാനം ചെയ്യുന്നവനുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ എങ്ങനെയാണ് യാസാം പുത്രസ്നേഹസ്നുതാനി യാതൊരുവരുടെ ആ പുത്രസ്നേഹം കൊണ്ട് ചുരുന്ന പയാംസി അലം അഭിവൽ സ്ഥലങ്ങളിൽ നിന്നുള്ള പാലുകളെ വേണ്ട പോലെ പാനം ചെയ്തു. കൃഷ്ണേ അവിരതം സുരേക്ഷണം കുർവതിന് അങ്ങനെ തൻ്റെ പുത്രനായിട്ടുള്ള ഭഗവാനിൽ ഒരിക്കലും ഇടമുറിയാത്ത രീതിയിലുള്ള തൻ്റെ പുത്രനാണെന്നുള്ള ഭാവത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്ന താസാം അവർക്ക് ആ അമ്മമാർക്ക് അജ്ഞാനത്തിൽ നിന്നും ഉടലെടുക്കുന്ന സംസാര ദുഃഖം പിന്നീട് ഉണ്ടാകുകയില്ല. അതാണ് ഭഗവാൻ അവർക്ക് അനുഗ്രഹിക്കുന്നത്. അവർക്ക് ഇനിയൊന്നും ഇനിയൊരു ജന്മമില്ല, അവർക്ക് ഉടനെ തന്നെ മോക്ഷം കൊടുക്കുക എന്നാണ്. അജ്ഞാനങ്ങൾ സംഭവമാണ്. അതായത് അജ്ഞാനം മുഴുവൻ നീക്കി കഴിഞ്ഞു വെച്ചാൽ പിന്നെ അവർക്ക് ജന്മമില്ല. ആ അവസ്ഥയിലേക്ക് അവരേക്ക് എത്തിച്ചു ഭഗവാന്റെ ഭഗവാനുള്ള ഭക്തി എന്നാണ് അതാണ് ഈ കടധോമസ്യ സൗരഭ്യം അവഘ്രായ വ്രജൗകസ കിമിതം കുതയേവേലി വദന്തോ വ്രജമായയോ. അവർ സാധാരണക്കാരെ പോലെ നോക്കി എവിടുന്നാണ് ഈ സുഗന്ധം ഉണ്ടാവുന്നത്? വ്രജൗകസ ആ സ്ഥലത്തില്ലാതിരുന്ന ഗോകുലവാസികളൊക്കെ മടങ്ങിയെത്തിയിട്ട് കടധൂമസ്യ ഈ ശ്മശാനപ്പകട സുഗന്ധത്തെ മണത്ത് അവഗ്രായ ഇതം കിവിത എന്താണ് എവിടുന്നാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഗോകുലത്തിലേക്ക് വന്നെത്തി. അവർ ഇതിൻ്റെയൊക്കെ ആ തത്വം എന്തായിരുന്നു നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ ഭഗവാന്റെ ആ ബോധനയുടെ ശരീരം കൂടി ശുദ്ധീകരിക്കപ്പെട്ടു. ആ ഭഗവാന്റെ സ്പർശനം കൊണ്ടും ഭഗവാൻ അവളുടെ സ്ഥലം പാനം ചെയ്തുകൊണ്ടും പറയുകയാണ്.
തേ തത്ര വർണ്ണിതം ഗോപൈ പൂതനാഗമനാദികം ശ്രുത്വാ തന്നിധനം സ്വസ്തി ശിശോച്ചാസൻ സുവിസ്മിത. എന്നിട്ട് ആ ഗോപന്മാരെല്ലാവരും വന്നുള്ള അവരെല്ലാവരും വർണ്ണിതം പൂതെങ്ങനെ പൂതന വന്നതും പൂതന ആ ഉണ്ണിക്ക് മുല കൊടുത്തതും മരിച്ചു വീണതും അതെല്ലാം കേട്ടിട്ട് അത് കഴിഞ്ഞിട്ടും ശിശോസ് ഉണ്ണിക്ക് കുഴപ്പമൊന്നുമില്ലാത്ത സുഖാവസ്ഥയും ശ്രുത്തു കേട്ടിട്ട് തേ സുവിസ്മിത അവരെല്ലാവരും അത്ഭുതപ്പെട്ടവരായി ആസൻ തീർന്നു. നന്ദ സ്വപുത്രമാദായ പ്രത്യാഗതമുദാരധീ മൂർധ്യുവാഘ്രായ പരമം മുദം ലേവേ കുരുദ്വഹ. ഹേ കുരുദ്വഹ, പരീക്ഷിത്തെ ഉദാരധീ നന്ദ, വളരെ ഉദാരമതിയായിട്ടുള്ള നന്ദഗോപര് പ്രത്യാഗതം എന്ന പോലെ, അതായത് വീണ്ടും ജീവിച്ചു വന്നവനെ പോലുള്ള സ്വപുത്രം ആ തൻ്റെ പുത്രനെ മടിയിലാണ് ഇരുത്തിയിട്ട് മൂർധാവിൽ അങ്ങനെ നോർന്നുകൊണ്ട് പരമാമുദം ലേവേ അത്യാനന്ദത്തെ പ്രാപിച്ചു. ഏതൽ പൂതനാമോക്ഷം കൃഷ്ണസ്യാർഭകമത്ഭുതം ശൃണുയാൽ ശ്രദ്ധയാമർത്യോ വിന്ദേ ലഭതേരതിം. ഇങ്ങനെയുള്ള ആ ഭഗവാന്റെ ആ ബാല്യകാലത്തുള്ള ആ അത്ഭുതമരമായിട്ടുള്ള ഈ പൂതനാമോക്ഷം എന്നുള്ള ഈ ലീലയെ യമർത്യ ശ്രദ്ധയാ ശൃണുയാൽ, യാതൊരു ആളാണോ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നത് അയാൾക്ക് ഗോവിന്ദേ രതിം ലവേദ, അയാൾക്ക് ഭഗവാനില് ഭഗവാൻ ഭക്തി ഉണ്ടാകുന്നതാണ് അതിൻ്റെ മനസ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ പൂതനാമോക്ഷം എന്നുള്ള അധ്യായം അവസാനിക്കുകയാണ്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ പൂതനാമോക്ഷോ നാമ ഷഷ്ഠോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.